പക്ഷേ അതിലുണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ സിവിയർ ആയിട്ടുള്ള അതികഠിനമായ പെൽവിക് പെയിൻ ആയിരിക്കും ഈ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ഉണ്ടാവുന്നത്. ഡെയിലി റൂട്ടീൻസ് ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ വേദന ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ അവർക്ക് എന്താ പറയുക, മൂത്രം ഒഴിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, വയറ്റുന്ന ശരിയായ രീതിയിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവാം. പിന്നെ അതേപോലെ സെക്ഷൽ കോണ്ടാക്ട് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും കാണാറുണ്ട്. അതേപോലെ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ചിലവർക്ക് പറയും മൂത്രത്തിലൂടെ രക്തം പോകുന്നു ഡോക്ടറെ എന്നുള്ള രീതിയിലുള്ള പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് എൻഡോമെട്രിയോസിസിൽ കാണാൻ പറ്റുന്നതാണ്. പല പേഷ്യൻസും ചോദിക്കാറുണ്ട്, ഡോക്ടർ ഈ എൻഡോമെട്രിയോസിസ് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ എന്ന്. തീർച്ചയായിട്ടും അതൊരു ഇൻഫെർട്ടിലിറ്റിക്ക് അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമാവാറുണ്ട്. അതേപോലെ AMHൻ്റെ ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺസിൻ്റെ വാല്യൂ കുറയാനും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും അത് എഫക്റ്റ് ചെയ്യാറുണ്ട്. കൂടാതെ ട്യൂബൽ ബ്ലോക്ക് ഉണ്ടാവാനും ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടാവാനും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്ഹഷൻസ്, നമ്മുടെ അനാട്ടമിക്കലായിട്ടുള്ള സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമായിട്ട് വരാം.